നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനങ്ങൾ ഏത് പുതുമയെയും അപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് EVകൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം EVകൾ വിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ ലാഭം, പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ പിന്നിൽ കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ EV ഷോറൂം വരേണ്ടതും കേരളത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു ഷോറൂം വന്നു കഴിഞ്ഞു. അത് കൊച്ചിയിലാണ്. ആ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് കൊച്ചിയിൽ ഇടപ്പള്ളിയിലാണ്. നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ ഒരു ഷോറൂം വന്നിരിക്കുന്നത്. നിപ്പോൺ ഗ്രൂപ്പ് എന്ത് ചെയ്താലും വലുതായിരിക്കും. ഞാൻ പലപ്പോഴും റഷ്യയെപ്പറ്റി പറയാറുണ്ട്. റഷ്യ നമ്മൾ പോയി കഴിഞ്ഞാൽ റഷ്യയിലെ എല്ലാ കാര്യങ്ങളും വളരെ വലുതാണ്. ഈവൻ ഒരു കൊട്ടാരത്തിലെ തൂണ് നോക്കിയാൽ പോലും വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞ പോലെ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏറ്റവും വലിയ ഷോറൂം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടൊയോട്ട ഷോറൂമാണെന്ന് തോന്നുന്നു കൊച്ചിയിലുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാറ്റ EV ഷോറൂമാണിപ്പോൾ ഇടപ്പള്ളിയിൽ വന്നിരിക്കുന്നത്. 23,500 സ്ക്വയർ ഫീറ്റിൽ ഗംഭീരമായൊരു ഷോറൂം. ഗംഭീരം എന്ന് വെച്ചാൽ ഇതിലെ ഓരോ കാര്യങ്ങൾക്കും ഓരോ കഥയുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓരോ തൂണിന് പോലും കഥ പറയാനുണ്ട്. തന്നെയല്ല, ഇപ്പോൾ ഇവിടെ കോഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോഫി എന്ന് പറയുന്നത് ബ്ലൂ ടൊക്കായ് എന്ന് പറയുന്ന ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ടാറ്റയുടെ ഒരു ബ്രാൻഡാണ് അല്ലേ? അത് ഫ്രീ ആയിട്ട് കുടിക്കാൻ തരും. ഇത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടാറ്റയുടെ സ്വന്തം എസ്റ്റേറ്റിലെ അല്ല, ഇത് ബ്ലൂ ടൊക്കായ് സെപ്പറേറ്റ്ലി ഒരു കോഫി മേക്കേഴ്സാണ്. പക്ഷെ ഇവർ ഭയങ്കര ഫേമസ് ആണ്. ഇതിങ്ങനെ പക്ഷേ ഇത്ര മാസ് സെഗ്മെന്റിൽ ആരും പ്രൊവൈഡ് ചെയ്യാറില്ല. പക്ഷെ ടാറ്റ കണക്ട് ചെയ്തിട്ട് EV.S റെവല്യൂഷൻ, ഇതൊരു എക്സ്പീരിയൻസ് സെന്റർ എന്നാണ് അവർ വിളിക്കുക. കോഫിയും ഇതിന്റെ പാർട്ടിലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ കോഫിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കളക്ട് ചെയ്യുന്നത് ഇവരുടെ എസ്റ്റേറ്റിൽ നിന്ന് ഡയറക്ട്ലി എടുത്തിട്ട്, ബ്ലൂ ടൊക്കായ് എസ്റ്റേറ്റിൽ നിന്ന് എടുത്തിട്ട് ഇവർ ഡയറക്ട്ലി ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇത് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കൊടുക്കുന്ന ഓരോ ബീൻസിന്റെയും ക്വാളിറ്റി അവർ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. ഇവർ ഡെലിവറി ചെയ്യുന്ന പാക്കേജും റീസൈക്കിൾഡ് പാക്കേജിൽ ഇത് ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ ഒരു എക്കോ ഫ്രണ്ട്ലി സിസ്റ്റം പ്ലസ് ഇതിന്റെ ക്വാളിറ്റി വരുമ്പോഴത്തേക്കും ടാറ്റയുടെ ഏകദേശം ഒരു ക്രൈറ്റീരിയ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ പ്രത്യേകത. അപ്പോൾ ഇതാരാന്ന് പറഞ്ഞില്ല, ഇത് ഹിസാമാണ്. ഹിസാം നിപ്പോൺ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് ഗ്രൂപ്പ് ടീമിൽ പെടുന്ന ആളാണ്. നമ്മുടെ പല വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏതൊക്കെ ബ്രാൻഡുകളാണുള്ളത് നമുക്കിപ്പോൾ നിപ്പോണിന്റെ കീഴിൽ? നിപ്പോണിൽ ഒട്ടനവധി ബ്രാൻഡ്സ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട സ്റ്റാർട്ട് ചെയ്തത് നിപ്പോൺ തന്നെയാണ്. ടൊയോട്ട മെയിൻ ഹൈലൈറ്റ് ആണ്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ലെക്സസ് ഉണ്ട്, ഇൻജിയോൺ കിയ ഉണ്ട്, ഓട്ടോബാൻ ട്രക്കിംഗ് ഉണ്ട്, പിന്നെ കാർ കസ്റ്റമൈസേഷൻ ഓട്ടോ സ്റ്റാർക്ക്, എയ്തർ ഇലക്ട്രിക് സ്കൂട്ടർ, പിന്നെ ടാറ്റ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു എല്ലാ ഷെയറും എടുക്കുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 40ഓളം ഫെസിലിറ്റി ഓൾ കേരള ടാറ്റ നമ്മൾ ലെക്സോൺ മോട്ടോഴ്സിന്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് EV എന്നൊരു കൺസെപ്റ്റ് ടാറ്റ വരുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ഡീലർ എന്ന് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, നമ്മൾ പിന്നെ ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പോൾ ടാറ്റ റെഡി ആയിരുന്നു, നമ്മളും റെഡി ആയിരുന്നു. സോ വി സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യസ് ലാർജസ്റ്റ് എക്സ്ക്ലൂസീവ് EV ഷോറൂം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ തന്നെ സ്വന്തമാക്കി. അതിലെടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ വൈറ്റില സൈഡിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് വരുന്ന കിയ, ഇൻജിയോൺ കിയ ഇന്ത്യസ് ലാർജസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ടൊയോട്ട പിന്നെ അന്നേ വലുതായിരുന്നു. ഒരു LED സ്ക്രീനുള്ള Q1 മാൾ, 3D ഇന്ത്യയിലെ ഏറ്റവും വലിയ 3D LED സ്ക്രീൻ ഉള്ളത് Q1, അതും നമ്മുടെ തന്നെയാണ്. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതും എടപ്പള്ളി ടാറ്റ.EV ഏറ്റവും ലാർജസ്റ്റ് നമ്മുടെയാണ്. പിന്നെ ആ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും ടൊയോട്ട ടവേഴ്സ് ഏഷ്യയിൽ ഏറ്റവും വലുത്. പിന്നെ കുറച്ച് ഫ്രണ്ടിൽ പോയ ആലുവയിൽ ഏതൊരു എക്സ്പീരിയൻസ് സെന്ററും ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ്. ഇതാണ് നിപ്പോൺ ഗ്രൂപ്പിന്റെ പ്രത്യേകത. അവിടെ കുറച്ച് സ്ഥലം അതിന് ബാക്കിയുള്ളൂ. അതുകൊണ്ട് എടുത്ത് എന്തെങ്കിലും നമുക്ക് വലിയൊരു സാധനം പണിതാലോ. ചെയ്യുമ്പോഴത്തേക്കും ഒരു കസ്റ്റമറിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു ബിസിനസ്സിനേക്കാളും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ള, നമ്മൾ മാനേജ്മെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ എയ്തറിൽ നിന്ന് വണ്ടി എടുത്താലും ഓട്ടോബാനിൽ നിന്ന് വണ്ടി എടുത്താലും ഇപ്പോൾ ട്രക്ക് എടുക്കുന്ന ഒരു കൾച്ചറിൽ ആദ്യമായിട്ടായിരിക്കും ഫാമിലി ആയിട്ട് വന്നൊരു ട്രക്ക് ഡെലിവറി എടുക്കാം. ആ കൾച്ചർ അത് അവർ തന്നെ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഒരു ക്വാളിറ്റിയിൽ വന്നതാണ്. സെയിം ഈ ടാറ്റയിലും ഇങ്ങനെ തന്നെയായിരിക്കും. ടിയാഗോ എടുത്താലും ഇനി ഹൈ എൻഡ് മോഡൽസ് പലതും വരാം. ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇവർക്കൊരു 50 lakhs എബോവ് ഉള്ള മോഡൽസ് വരെ കൊടുക്കാനുള്ള ഒരു പ്രസന്റ് മാനർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എല്ലാം ഈക്വലൈസ് ചെയ്യുക, എല്ലാ സ്റ്റാഫിനും സെയിം കൾച്ചർ കൊടുക്കുക, അതാണ് മാനേജ്മെന്റ് ഡിസിഷൻ ഉണ്ടായിരുന്നാലും ഒരു വിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാപ്പി തന്നാലോ? ആദ്യം കാപ്പി കുടിച്ചിട്ട് തുടങ്ങിയാലോ? ഇത് ശരിക്കും ഈ കോഫി നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് വന്നിട്ട് ഇതിനകത്ത് സ്കാൻ ചെയ്യാം. ഇതിലൊരു 8-9 മോഡൽ ബ്ലൂ ടൊക്കായ് കോഫി ഇവർ കൊടുക്കുന്നുണ്ട്. സെലക്ട് ചെയ്ത് ഈ സെയിം ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് എന്നുള്ളത് തന്നെയാണ് അവരും അവകാശപ്പെടുന്നത്. മാത്രമല്ല ബ്ലൂ ടൊക്കായുടെ പ്രത്യേകത, ഇവരുടെ നോർമൽ ഔട്ട്ലെറ്റ്സിൽ കപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കപ്പ് കൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ കപ്പിൽ നമ്മൾ കോഫി എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഒരു റീസൈക്ലിംഗ് മെത്തേഡ് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ എനിക്കൊരു ലവ് സൈനൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്.
അടുത്ത കാപ്പി ഹിസാമിനുള്ളത് വരുന്നു. EV അത് ശരി, എക്സ്ക്ലൂസീവ് EV കോഫി. അത് ശരി അത് ശരി. അപ്പോൾ എന്തായാലും സസ്റ്റൈനബിലിറ്റിയും EVയും എല്ലാം കൂടെ ഒരുമിക്കുകയാണ്. ചിയേഴ്സ് വേണ്ട അവന് വാ. അപ്പം നമുക്കിനി ഒരു സിപ്പ് എടുത്തിട്ട് കൊള്ളാടോ, അടിപൊളി അടിപൊളി. എന്ന് വെച്ചിട്ട് കാപ്പി കുടിക്കാൻ മാത്രമായിട്ട് ആരും വരരുത് കേട്ടോ. ചേട്ടന് കോഫിയാണോ ചായയാണോ ഏറ്റവും ഇഷ്ടം? എനിക്ക് കോഫിയാണ് പൊതുവെ. അപ്പോൾ കോഫിയും ചായയും ഉള്ള 2 ഷോപ്പ് ഉണ്ടെങ്കിൽ കോഫി കുറച്ചധികം ചായ കുറച്ചധികം ഏത് ഷോപ്പിൽ തിരഞ്ഞെടുക്കും? കോഫി. അതെ, സെയിം തന്നെയാണ് EV കൺസെപ്റ്റിൽ ഇപ്പോൾ ടാറ്റ എയിം ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരത്തെ പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടി, CNG, EV എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. പക്ഷേ എക്സ്ക്ലൂസീവായിട്ട് ചില കസ്റ്റമേഴ്സിന് EVനോട് താല്പര്യമുള്ളവരുണ്ട്. സസ്റ്റൈനബിലിറ്റി, ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി, അങ്ങനെ കുറച്ച് ആ ഒരു വിഷനുള്ള കസ്റ്റമേഴ്സിന്. അപ്പോൾ അവർ നോർമൽ ഒരു ഷോറൂമിൽ, ടാറ്റ ഷോറൂമിൽ ചെന്നിട്ട് പല മോഡൽസ് കാണുന്നതിനേക്കാളും കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ പലതരം കോഫി എന്ന് പറയുന്ന പോലെ, ഡിഫറെൻറ്റ് ഫ്ലേവർ എന്ന് പറയുന്ന പോലെ A to Z എല്ലാ മോഡൽസും ഇനി മുതൽ EV ഷോറൂമിൽ അവൈലബിൾ ആയിരിക്കും. ടിയാഗോ ഉണ്ടാവും, എല്ലാ മോഡൽസും, ടിയാഗോ മുതലുള്ള എല്ലാ മോഡൽസും ഇവിടെ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ നേരെ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, EV മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ടാറ്റയുടെ മറ്റു ഷോറൂമുകളിലൊന്നും ഇനിയിപ്പോൾ EV ഇല്ല. ഇതിൽ കുറച്ച് മാറ്റങ്ങൾ ടാറ്റ വരുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഞാനൊക്കെ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന ടാറ്റയുടെ ഒരു ഗ്രോത്ത് ഉണ്ട്. അത് SC ലോറി മുതൽ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഇന്ത്യക്ക് അങ്ങനത്തെ മോഡൽസ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് നമ്മൾ ടാറ്റാനെ കണ്ടിട്ടില്ല. പക്ഷേ രണ്ടാമത് വന്നിട്ടുള്ള ഒരു തിരിച്ചു വരവിൽ അവർ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡിസൈനിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വരുന്ന ഒരു പുതിയ പ്രൊഡക്ട്സിൻ്റെ ഒരു ഡിസൈനിലാണെന്നുണ്ടെങ്കിലും വളരെ മാറ്റം അവർ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ മാറ്റമാണ് പ്രൊഡക്റ്റ് മാത്രമല്ല, ഫെസിലിറ്റി, കൊടുക്കുന്ന ഫെസിലിറ്റിക്കും ഈ ഒരു വ്യത്യാസം വേണം എന്നുള്ളത് അവരൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കണ്ടത്. അപ്പോൾ മേ ബി ഇവരുടെ പല പല പ്ലാൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ EV വണ്ടികൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ എക്സ്ക്ലൂസീവായിട്ട് ഇവിടെ മാത്രമാക്കാം. പക്ഷേ ആസ് കസ്റ്റമർ റിക്വസ്റ്റ് നമ്മൾ എല്ലാ സ്ഥലത്തും ഇത് പ്രൊവൈഡ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. കാരണം ട്രാവൽ ചെയ്യാനും ഇവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ഇവിടെ നോക്കാം, അല്ലാത്തവർക്ക് PV ഷോറൂമിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ടാറ്റയുടെ എല്ലാ EVകളുമാണ്. ഇപ്പം പഞ്ച്, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന EV ഇപ്പം പഞ്ചായിട്ടുണ്ട്. ടിയാഗോ ആണ് ആദ്യകാലത്ത് വന്നത്. പിന്നെ വീണ്ടും പഞ്ച് അവിടെയുണ്ട്. പിന്നെ കർവാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത കർവ്, ഒരു ഹോട്ട് സെല്ലിംഗ് വാഹനം തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഈ ഷോറൂമിൻ്റെ പ്രത്യേകതകളൊക്കെ പറയാം. അതിപ്പോൾ ഓരോരോ ഷോറൂമുകൾ, ഇപ്പം ലെക്സസ് ആയാലും ടൊയോട്ട ആയാലും എല്ലാം ഒരു തീമാറ്റിക് ആണല്ലോ. ഇവിടെ എന്ത് തീമാണ് ടാറ്റ നിങ്ങളോട് പറഞ്ഞ് ചെയ്യണം എന്ന് പറഞ്ഞ തീം എന്താണ്? ഇത് ടാറ്റ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് തീം ബേസ്ഡ് ആണ് ഇതിനകത്തുള്ള. അവർ ഒരു 80 അല്ലെങ്കിൽ 90% സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ബ്രാൻഡായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് റീസൈക്കിൾഡ് ആയിരിക്കും. അതെ, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് നമുക്ക് ഇനി ഡിസ്പോസ് ചെയ്താലും നേച്ചറിന് ഹാംഫുൾ അല്ല എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സസ്റ്റൈനബിൾ എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ റൂം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിലെടുത്ത് പറയേണ്ടത് ഈ ഒരു പില്ലേഴ്സ്, ഇതിൽ 3 പില്ലർ ഉണ്ട്. ഈ 3 പില്ലറിനും ടാറ്റ 3 രീതിയിലാണ് പറയുന്നത്. സസ്റ്റൈനബിലിറ്റി, ടെക്നോളജി, ഇവോൾവ്. അതിൽ ഫസ്റ്റ് പില്ലറാണ് നമ്മളിപ്പോൾ സംസാരിച്ച സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് എന്ന് പറയാം. നേരത്തെ കണ്ട ഒരു ചെയർ, ആ ചെയറെല്ലാം റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ്. ആ ഒരു പ്ലാസ്റ്റിക് ചെയർസ് നല്ല രസമായിട്ടുണ്ടല്ലോ, നല്ല സംഭവം. നല്ല ഒരിക്കലും ഈ പറഞ്ഞ റീസൈക്കിൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അല്പം ഒരു നെഗറ്റീവ് സാധനം വരുമെങ്കിൽ അങ്ങനെ ഒന്നും അല്ല കേട്ടോ, നല്ല രസമുണ്ട് ഇത്. അത് നമുക്ക് ഇത് ഈ കളർ മാച്ചിങ് തന്നെ വേണമെങ്കിൽ എൻ്റെ യൂണിഫോമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയാൽ ഗ്രീൻ എലമെന്റ് ഇതിൽ വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഈവൻ ഈ കണ്ടോ, ഈ ഒരു എന്താ പറയുക കോഫി മാറ്റ് പോലും സസ്റ്റൈനബിൾ സാധനമാണ്. ഇതൊരു -ഡിഗ്രി എന്നുള്ള ബ്രാൻഡാണ്. ഞാൻ അതിൻ്റെ വാഷ്റൂംസ് കാണിച്ചു തരാം. വാഷ്റൂംസ് ഇതിനേക്കാളും ഗംഭീര ഡിസൈനാണ്. സസ്റ്റൈനബിൾ ആണ് അതിൻ്റെ ക്ലാഡിങ്സ് എല്ലാം വരുന്നത്, പക്ഷേ അതിൻ്റെ ഡിസൈൻ ഒരു ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് തീം കണക്റ്റഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത്, വൈച്ചറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ, നോർമൽ ഒരു കാർ ഷോറൂമിൽ നിൽക്കുന്നതിനേക്കാൾ ഡേ ലൈറ്റ്സ് ഇതിനകത്ത് എൻ്റർ ചെയ്യും. ഇതിൻ്റെ 70% ഡേ ലൈറ്റ്സ് അകത്തേക്ക് വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് EDS ഒരു ബ്രാൻഡ്, അവരാണ് ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുള്ളത്. യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ലൈറ്റ്സും LED ലൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ കൺസപ്ഷൻ കുറവായിരിക്കും. പിന്നെ ലൈറ്റ്സ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. വേറൊരു പ്രത്യേകത, ഡേ ലൈറ്റ്സ് വരുമ്പോൾ ഈ ലൈറ്റ്സ് എല്ലാം ഡിം ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണുന്നതിനേക്കാൾ ഡിമ്മാണ് ഇപ്പോൾ ഉള്ള ലൈറ്റ്സ്. ഇത് സെൻസ് ചെയ്യും. കാരണം ലൈറ്റിന്റെ ആവശ്യകത കുറവ് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് കുറയ്ക്കുകയും ചെയ്യും. മാക്സിമം ലൈറ്റ് ഉള്ളിൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാക്കും. പിന്നെ ഉള്ളത് ഇൻഡോർ പ്ലാന്റ്സ്. അത് പിന്നെ എടുത്ത് പറയേണ്ട, കാണാനായിട്ട് പറ്റും. ഇത് തന്നെ താഴെ ഉണ്ട്, മേളിലുണ്ട്. കംപ്ലീറ്റ്ലി എല്ലാ ഏരിയയിലും ഒരു ഇൻഡോർ പ്ലാന്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫർണിച്ചറുകളുടെ ഡിസൈൻ. അടിപൊളിയാണ്. ഈ മൂലയിലുള്ള കളർ കോമ്പിനേഷൻ ആയാലും ഡിസൈൻ ആയാലും ഇത് കറക്റ്റ് ആ ഒരു കർവിന് പറ്റുന്ന രീതിയിൽ അവിടെ ഒരു ഡിസൈൻ.
അതുപോലെ ഇതൊക്കെയാണെങ്കിലും വളരെ ഗംഭീരമായ രസകരമായ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് കാണുന്നുണ്ടല്ലോ, നമുക്ക് വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാമോ? ഇവിടെ ചാർജിങ് സ്പോട്ട് പുറകിലുണ്ട്, എക്സ്ക്ലൂസീവ് ചാർജിങ് സ്പോട്ട് ഉണ്ട്. അവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചാർജ് ചെയ്യാം. ഇവോൾവ് കമ്മ്യൂണിറ്റിയിലുള്ള കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നത് എളുപ്പമാണ്. കാരണം ഇവിടെ ചാർജ് ചെയ്യാനിട്ടാൽ മുകളിൽ കുറച്ച് ഗെയിമിംഗ് സെക്ഷൻ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരാം. പിന്നെ ഇവിടുന്ന് കോഫി എടുക്കുക, മേളിൽ പോവുക, എക്സ്പ്ലോർ ചെയ്യുക, വെയിറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ അവർക്ക് ബാക്കി വണ്ടികൾ വേണമെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനത്തെ ഒരു കുറച്ച് കാമായിട്ട്, അല്ലെങ്കിൽ നോർമൽ ചാർജിങ് സ്ട്രക്ചറിനേക്കാളൊക്കെ കുറച്ച് വ്യത്യാസമായിട്ട് കസ്റ്റമറിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ട്രിപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോഫി കുടിക്കാം, ചാർജ് ചെയ്യാം, പോവാം. ചാർജിങ് പെയ്ഡ് ആയിട്ട് തന്നെയല്ലേ നമ്മൾ ചാർജിങ് പെയ്ഡ് ആണ്, സ്കാൻ ചെയ്ത് അതെ ആപ്പിൽ. ഇപ്പം ടാറ്റയുടെ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ടല്ലോ, നമ്മളന്ന് അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ അത് ലോഞ്ച് ചെയ്തപ്പോൾ. അതായത് നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ചാർജിങ് സ്റ്റേഷൻസും അതിൻ്റെ അവൈലബിലിറ്റി അറിയാൻ പറ്റും. അത് ട്രിപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ആപ്ലിക്കേഷനിലും കിട്ടും. ഞാൻ അതിനൊരു ഡെമോ കാണിച്ചു തരാം. അത് ടെക്നോളജി സെഗ്മെന്റിൽ വരുന്നതാണ്. അപ്പോൾ വൈചേട്ടന് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം പോകണം അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണമെന്നുണ്ടെങ്കിൽ ട്രിപ്പ് പ്ലാനറിൽ കറക്റ്റ് എവിടെയൊക്കെ ചാർജിങ് സ്പോട്ട് ഉണ്ട്, എവിടെയൊക്കെ നിർത്തണം എന്നുള്ളത് നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാം. ആ സെക്ഷനിലോട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്നും കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ ഞാനിങ്ങനെ വരുമ്പോൾ കുറേ ഫോട്ടോസ് കണ്ടല്ലോ, അത് കസ്റ്റമേഴ്സാണോ? ഇതെല്ലാം നമ്മുടെ ഇവോൾവ് കമ്മ്യൂണിറ്റിയിലുള്ള കസ്റ്റമേഴ്സാണ്. എന്താണ് ഇവോൾവ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത? എന്താണ് ഇവോൾവ് കമ്മ്യൂണിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു ഗ്രീനറി ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ നേച്ചറിനെ ഹാം ചെയ്യുന്ന ഇഷ്ടമല്ല, അല്ലെങ്കിൽ EV വണ്ടികളോട് പ്രത്യേക താല്പര്യം ഉണ്ടാവും. ഇവരൊരു കൾച്ചറിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവര് പല സ്ഥലത്തും യോഗ സെക്ഷൻസ് നടത്തുന്നുണ്ട്, ചിലപ്പോൾ മീറ്റപ്സ് നടത്തുന്നുണ്ട്. ഇവരുടെ തോട്ടും ഇവരുടെ പ്രോസസ്സ് എല്ലാം ഒരു നോർമൽ ഒരു കമ്മ്യൂട്ടൻ കാർ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും. ഇവർ പല പല ആക്ടിവിറ്റീസ് ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ടാറ്റയും പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് ലാസ്റ്റ് നടത്തിയിരുന്നു. ഇനി ടാറ്റയുടെ സൈഡിൽ നിന്ന് EV കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ പല പല എക്സ്പീരിയൻസ് ടാറ്റ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ പൂർണ്ണ സപ്പോർട്ട് ഡീലറിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഓരോരോ തോട്ട്സ്, മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് ലോങ് ഡ്രൈവ്സ് ഇൻ ദി ടാറ്റ പഞ്ച് EV. അത്യാവശ്യം അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ എല്ലാം ഇവിടെ വെക്കാൻ പറ്റില്ല. ഇതാണ് ഇത്ര സ്പേസ് ലിമിറ്റ് ഉള്ളതുകൊണ്ട്. ബാക്കി കുറേ നമുക്ക് ഓൺലൈനായിട്ടും റിവ്യൂസ് കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഡോക്ടർ രേഷ്മ എല്ലാം ഉണ്ട്, അതൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ മൊത്തത്തിലൊരു തീം ഒരു ഗ്രീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം ഇതിൽ എടുത്ത് പറയാൻ വിട്ടുപോയ കാര്യം, ഇതിൽ പെയിൻസ് ഏഷ്യൻ പെയിൻസ് ആണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ടാറ്റ EVയിൽ എല്ലാ സ്ഥലത്തും ഏഷ്യൻ പെയിൻസ് ആയിരിക്കും. അതിൽ വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് കുറവാണ്. അപ്പോൾ VOC അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ പെയിൻറ്റേഴ്സിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതായിട്ട് അസോസിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന സ്റ്റാഫിന് എല്ലാവർക്കും ഇതുമൂലം പെയിന്റ് മൂലം വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് കുറവായിരിക്കും. പല സ്ഥലത്തും ഇതുപോലത്തെ പല എലമെന്റ്സും വന്നിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഷൂസ് അല്ല, ഞാൻ ഷൂസ് കാണിച്ചു തരാം. അത് നീമാൻസിൻ്റെ ഷൂസാണ്, അത് റീസൈക്കിളാണ്. അത് ആ ബ്രാൻഡ് ചെയ്യുന്ന പല മെറ്റീരിയൽസും ഹാംഫുൾ അല്ലാത്ത മെറ്റീരിയൽ, അല്ലെങ്കിൽ പഴയ നമ്മളുടെ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് എന്നുള്ള മെറ്റീരിയൽ, ഇതെല്ലാം ക്ലബ് ചെയ്തിട്ടാണ് നീമാൻസിൻ്റെ ഷൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഗൂഞ്ച് എന്നുള്ളൊരു റീസൈക്കിളിൻ്റെ ഒരു സാധനം കൂടി ടാറ്റ പ്ലാൻ ചെയ്ത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല, പക്ഷേ പിന്നീട് അത് ഉറപ്പായിട്ടും അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ സസ്റ്റൈനബിലിറ്റി പാർട്ടിലുള്ള. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ EV എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ സസ്റ്റൈനബിലിറ്റിയോട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാത്ത വാഹനങ്ങളാണ് EVകളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷോറൂമിലെ പോലും കാര്യങ്ങളെല്ലാം ഈ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ബാക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊക്കെ നമ്മുടെ ഇവിടുത്തെ ആക്സറീസ് ആണല്ലേ? ആക്സറീസ് എല്ലാം വന്നിട്ടില്ല, ഇനി അറേഞ്ച് ചെയ്യാനുണ്ട്. ടാറ്റയുടെ സൈഡിൽ നിന്ന് കുറച്ച് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അറേഞ്ച്മെന്റ് മൊത്തത്തിൽ നോർമൽ ആക്സറീസ് ആണ്. ഇതിൽ കുറച്ചൊരു സ്പെസിഫിക് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തിട്ട് ആകെ 4 ദിവസം ആയിട്ടുള്ളൂ. എല്ലാം ഒന്ന് കൃത്യമായി ഇങ്ങനെ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ചാടിക്കാൻ വന്നിരിക്കുന്നത്. നമുക്ക് സ്പേസ് ഉണ്ട്, പല സ്പേസും നമ്മൾ അവർ പറഞ്ഞ രീതിയിലും അല്ലാത്ത നമ്മളുടെ രീതിയിലും കുറെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിനി വരേണ്ട മാറ്റങ്ങൾ അവർ സെപ്പറേറ്റ്ലി പ്ലാൻ ചെയ്യും. എനിക്ക് തോന്നുന്നു കൂടുതലും ഇവോൾവ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ടാറ്റ ഇനിയും കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വണ്ടികൾ കുറവ് കാരണം ഒരു ഫ്ലോർ മേളിലും കൂടി ഉണ്ട്, പകുതി വണ്ടി മേളിലാണ്. അപ്പോൾ ഇപ്പം ഇന്ത്യയിൽ വരുന്ന എല്ലാ EV ഷോറൂമുകളും ഈ ഒരു തീമിലായിരിക്കും അല്ലേ? ഇന്ത്യയിൽ വരുന്ന എല്ലാ ഷോറൂമും ഈ സെയിം തീമായിരിക്കും, പക്ഷേ സ്പേസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കസ്റ്റമേഴ്സ് വരുന്ന ചിലപ്പോൾ 2-3 ഫാമിലി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു എക്സ്ക്ലൂസീവ് ഇതിനകത്തൊരു പ്രൈവറ്റ് ഒരു ലോഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടിരിക്കാം. ഇതിന്റെ മേളിലും സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് നമ്മളുടെ ഫെസിലിറ്റിക്കുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് കൊച്ചിയിലെ കുറച്ച് ഹൈലൈറ്റ്സ് ആണ്. ഇപ്പം ഇവോൾവ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന് പോകാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെയാണ് അല്ലേ? ഇത് മട്ടാഞ്ചേരി പാലം. ഇതിനകത്ത് ബൈജുനാരുടെ വീട് കാണിച്ചിട്ടില്ല. വേണമെങ്കിൽ ഇതിനകത്ത് ഇവിടെ ഈ സൈഡിലാണ്. ഇതിലൊരു പ്രത്യേകതയുണ്ട്, ഇത് കറക്റ്റ് മാപ്പിന്റെ സെയിം സ്പോട്ട് തന്നെ എല്ലാം. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മംഗളവനം, ഹിൽ പാലസ്, ഇതാണ് നമ്മുടെ ഇത് അനുസരിച്ച് വരുന്നത്. തൃപ്പൂണിത്തുറ, എടപ്പള്ളി, കളമശ്ശേരി, മറ്റേ കളമശ്ശേരിയിലുള്ള EV ഷോറൂമാണ്.
എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവർ ഇതിൻ്റെ ഒരു എന്താണ് ഈ പ്ലേസ് കാണിച്ചെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മറൈൻ ഡ്രൈവ്, മംഗളവനം ബേർഡ് സാങ്ച്വറി, കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്, നേച്ചർ, കമ്മ്യൂണിറ്റി ആൻഡ് ആർട്സ് എല്ലാം വന്നിട്ടുണ്ട്. അതിനടുത്ത് ഈവൻ നോൺ പ്രോഫിറ്റബിൾ സാധനങ്ങളൊക്കെ ഉണ്ട്. ഡോൺ ബോസ്കോ സ്നേഹഭവൻ, ഹാബിറ്റേറ്റ്. അതാണ് ചിലർ ചോദിച്ചു ഇതിനകത്ത് എന്താണ് ഡോൺ ബോസ്കോ ഒക്കെ വന്നത്. അതെല്ലാം ഇവർ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു CSR ആക്ടിവിറ്റിയിൽ വരുന്ന കാര്യങ്ങളുമാണ്. അതെ അതെ അതെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താ കുറേ ഉണ്ടകളിരിക്കുന്നത്? ഇത് പെയിൻറ്റ് സാമ്പിൾസാണ്. ഈ പെയിൻറ്റ് സാമ്പിൾസിൽ നമുക്കൊരു പെയിൻറ്റ് കാണുമ്പോൾ ഇതൊരു റൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേവിലുള്ള പെയിൻ്റൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ കോൺകേവ് രീതിയിലുള്ള അപ്പോൾ ഷെയ്ഡ്സ് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾക്ക് വരുന്ന എല്ലാ പെയിൻറ്റ് സാമ്പിൾസും ഇവിടെ ഉണ്ടാവും. ഇതെല്ലാം ടാറ്റയുടെ കാറുകളുടെ പെയിൻറ്റ് സാമ്പിളാണ് അല്ലേ? കേട്ടോ. അതല്ല പിന്നെ ഈ വോളിൻ്റെ ഒക്കെ പ്രത്യേകത ഇവിടെയൊക്കെ എന്ത് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇതെല്ലാം അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഫിക്സഡ് ഐറ്റം എന്നില്ല. ഇനി പെയിന്റ് വേറെ രീതിയിൽ വരുവാണെങ്കിൽ ഷേപ്പ് മാറ്റിയിട്ട് ഇവിടെ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ചാർജറാണ് അല്ലേ? ഇനി ഇതാണോ നമ്മൾ വീടുകളിൽ ഫിറ്റ് ചെയ്യുന്ന ചാർജറാണോ അതോ ഇതാണോ? ഇത് അതെ, വീടുകളിൽ ഫിറ്റ് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് 3 ഫേസ് ഉണ്ടെങ്കിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. അത് ഡെമോ കസ്റ്റമേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി കാണണ്ട, ഇവിടെ തന്നെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫാസ്റ്റ് ചാർജർ വേണമെങ്കിൽ വീട്ടിൽ നമ്മൾ പെയ്ഡ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലാതെ വണ്ടിയുടെ കൂടെ ഒരു ഹൗസ് ചാർജർ കൊടുക്കുന്നുണ്ട്. അത് നോർമൽ നമുക്ക് പ്ലഗ് ചെയ്ത് നമ്മളിപ്പോൾ സെക്കൻഡ് പില്ലറിലോട്ട് കടന്നു. ഇത് ടെക്നോളജി വളരെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ടെക്നോളജിയാണ്. ഈ ഏരിയ ഫുള്ള് ടെക്നോളജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കസ്റ്റമറിന് കുറച്ചും കൂടി ടെക്നിക്കൽ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങ് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി കുറച്ചുകൂടി വെച്ചിട്ടുണ്ട്. ഇതാണ് നേരത്തെ ചോദിച്ച പ്ലാൻ യുവർ ട്രിപ്പ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാം. എവിടെയുള്ള എടപ്പള്ളി, ബോംബെ പോവാം. ബോംബെ ഗെറ്റ് റൂട്ട് കൊടുത്തു. ഇതിലെന്താണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്? ഇതിലിപ്പോൾ ട്രിപ്പ് പ്ലാനറാണ്. പോകുന്ന വഴിയിൽ എവിടെയെല്ലാം ചാർജിങ് സ്പോട്ട് ഉണ്ടെന്ന് കറക്റ്റായിട്ട് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം എവിടെ ലഞ്ച് കഴിക്കണം, എവിടെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ചാർജിങ് ഒരു കോഫി കുടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇത് ടോട്ടൽ ഡിസ്റ്റൻസ്, എത്ര സമയം എടുക്കും, എത്ര ചാർജിങ് സ്റ്റേഷൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട്, ഇതിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ്. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യണമെങ്കിൽ ഇത്ര കോസ്റ്റ് വരുന്നുള്ളൂ. 2561 രൂപ മതി അവിടെ പോകാനായിട്ട്. ഈ കാർബൺ ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ ഇത്ര കാർബൺ നമ്മൾ സേവ് ചെയ്തു. അത്രയും പോകുമ്പോഴത്തേക്കുള്ള കാർബണിൻ്റെ എമിഷനാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മളിപ്പം ശ്യാമ ഒന്ന് ക്ലോസ് പോവാം. അതായത് ഇവിടുന്ന് മുംബൈ വരെ എത്തുമ്പോൾ നമുക്ക് 323 ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ആകെ 1416 കിലോമീറ്ററിനുള്ളിൽ ഇത്രയധികം ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നിർത്താതൊക്കെ ഓടിച്ച് പോയി 26 ഹവേഴ്സ് കൊണ്ട് എത്തും. 2561 രൂപ മതി ഒരു EV ഓടിച്ച് നമുക്ക് ബോംബെ പോകാൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സസ്റ്റൈനബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മളൊരു സാധാരണ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനമൊക്കെ ഓടിച്ച് പോവുകയാണെങ്കിൽ 2,80,064 ഗ്രാം കാർബൺ നമ്മൾ ഭൂമിയിലേക്ക് വിടുന്നുണ്ട്. ഇത് പക്ഷേ അത് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കുകയാണ്. എന്ന് വെച്ചാൽ ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവനയായിട്ട് ഈ 2,80,064 ഗ്രാം കാർബണെ കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്നെ അതിൽ കൂടുതൽ എനിക്ക് അതിശയം തോന്നിയത് 323 ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഒന്നും പേടിക്കണ്ട. ഇത്രയും കിലോമീറ്റർ ഓടാൻ അല്ലേ? ഇത് ഇത്രയൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല. കർവിൻ്റെ ഒക്കെ ടെക്നോളജി വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. 15 മിനിറ്റ്സിൽ 150 കിലോമീറ്റർ പോകാനുള്ള ചാർജിങ് ഓപ്ഷൻസ് ഒക്കെ വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ചാർജിങ് സ്റ്റേഷൻ കൊണ്ട് നമ്മളോട് എത്തും അല്ലേ? പിന്നെ ഇതിൽ പിന്നെ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം, മോഡലും സെലക്ട് ചെയ്യാം. വേരിയന്റും മോഡലും ഏത് വണ്ടിയാണ്, കർവ് ആണോ, നെക്സോൺ ആണോ, ടിഗോർ ആണോ, അതനുസരിച്ച് ആ കിലോമീറ്റർ അതിനകത്ത് മാറ്റം വരുന്നത് കറക്റ്റ് അതിനകത്ത് നോട്ട് ചെയ്യും. അപ്പോൾ നോർമൽ EV എന്നല്ലാതെ എന്ത് മോഡലാണോ നമ്മൾക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണ്. ഞാൻ ഡെയിലി ബാംഗ്ലൂർ പോകണമാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട്, അപ്പോൾ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ വണ്ടി എടുത്താൽ. അത് കറക്റ്റ് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റിലോട്ട് മാത്രം പോയാൽ മതി. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ആപ്പായിട്ട് നമുക്ക് മൊബൈലിൽ തരുന്നതും ടാറ്റ. അതെ, ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ബ്രൗസ് ചെയ്യാനും പറ്റും. ഇത് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട്, ഇത് കുറച്ചും കൂടി ടച്ച് ആയതുകൊണ്ട് എളുപ്പമുണ്ട്. നമുക്ക് നോർമൽ TV യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ തന്നുവിടില്ലല്ലോ, ഡിസ്പ്ലേ തന്നുവിടില്ലല്ലോ. ഞങ്ങൾ മൊബൈൽ കണ്ടോളാം. അപ്പോൾ ഇനി അവിടെ കാണുന്നുണ്ടല്ലോ ഒരു സ്ക്രീൻ. ഇത് നമ്മൾ ട്രിപ്പ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് രണ്ടാമത് വന്നിട്ടുള്ളത് ഇതൊരു കോൺഫിഗറേറ്റർ വോൾ എന്ന് പറയും. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ററാക്റ്റീവ് ആണ്. ഇപ്പൊ ഇതിലുള്ള കർവിന്റെ ആണ്. കർവ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ എല്ലാ മോഡൽസ് ഉണ്ട്. അപ്പോൾ കർവിന്റെ എന്തെങ്കിലും വേരിയൻസ് കാണണം, കളർ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഡിജിറ്റൽ ഷോറൂമാണ്. അതെ. ഇനി വേറെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത്, ഇതിലെ ആംഗിൾ നമുക്ക് ഈ ഒരു ആംഗിൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പാടാം. ഇൻ റിയൽ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് എയറോഡൈനാമിക്കിന്റെ കാര്യങ്ങളുണ്ട്.
അഡാസ് ഉണ്ട്. അത് കൊള്ളാം. ഇതിൽ നമുക്ക് ഇത് കൊടുക്കാം. അടിപൊളി. ഒരു കറക്റ്റ് ഡെമോ എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ റൂട്ട് വേണമെങ്കിൽ റൂട്ട് മാറ്റാം. അയ്യോ, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ വണ്ടി കിടക്കുന്നില്ലെങ്കിൽ പോലും ഇതിൽ നിന്ന് എല്ലാ എക്സ്പീരിയൻസും കിട്ടുന്ന രീതിയിലാണ് അല്ലേ? ഓരോ ആംഗിളും. ഈ മറ്റു കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക IT കമ്പനി TCS ടാറ്റയുടെ ആയതുകൊണ്ട് അതെ, വളരെ പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ ചേർക്കാൻ പറ്റുമല്ലോ. ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന ടാറ്റയുടെ ഒരു കാര്യം അത് തന്നെ. ബാക്കി ബ്രാൻഡ്സ്, ഇപ്പോൾ നോൺ ഇന്ത്യൻ ബ്രാൻഡ്സ് ഞാൻ പറയില്ല, എന്നാലും പല ബ്രാൻഡ്സും ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്ന കുറച്ച് കാലയളവ് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ടാറ്റ ഈ ഇയർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വരും എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ സമയത്ത് ഇതിൻ്റെ ഡിസൈൻ മാത്രമല്ല, ഒരു മാസത്തിനകത്ത് പ്രൊഡക്റ്റ് ഓൺ റോഡ് അവൈലബിൾ ആയിരിക്കും. എന്തായാലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കമ്പനി തന്നെയാണ്. തന്നെയല്ല, ഇവരുടെ ജാഗ്വർ ലാൻഡ് റോവർ പോലുള്ള വലിയൊരു കമ്പനിയുടെ ഉടമ കൂടിയാണ് ടാറ്റ. അതുകൊണ്ട് തന്നെ ടെക്നോളജി എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ TCS പോലുള്ള കാര്യങ്ങളുകൊണ്ട് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമായ അഡാസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ടാറ്റയ്ക്ക് നിർമ്മിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനങ്ങളിലെല്ലാം നമ്മളതെല്ലാം കാണുന്നുണ്ട്. സത്യത്തിൽ ഞാനൊരു വലിയ ടാറ്റ ഫാൻ അല്ല സത്യം പറഞ്ഞത്. പക്ഷേ കർവ് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വലിയൊരു ഫാനായി. ഞാൻ അടുത്ത കാലത്ത് കർവ് പലർക്കും സജസ്റ്റ് ചെയ്തു. അതിന് മുമ്പ് ഞാൻ അത്ര വലിയ ഫാനല്ല, സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ കർവോടുകൂടി ഞാൻ വലിയ ഫാനായിട്ട് മാറിയിരിക്കുകയാണ്. കർവ് ഒരു തകർപ്പൻ വാഹനമാണ്. നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഓടിച്ച് നോക്കുക. ടാറ്റയുടെ എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല റേഞ്ചുണ്ട്, അതുപോലെ തന്നെ പിക്കപ്പ്, എല്ലാ കാര്യങ്ങളും. 18 ഇഞ്ച് വീൽസിന്റെ ഒരു പ്രത്യേകത നമുക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യും. അപ്പോൾ പ്ലാറ്റ്ഫോം സിമിലർ ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കർവിന്റെ ഒരു എക്സ്പ്ലോറേഷനും പവറും കർവിന്റെ ഒരു പ്രത്യേകത അത് എടുത്ത് പറയേണ്ട തന്നെയാണ്. പിന്നെ ഇനി എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനം, ഇനി ഹാരിയർ EV വരാൻ ചാൻസ് ഉണ്ട്, Sierra EV വരാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും എനിക്ക് ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ പല റൂമേഴ്സും അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ കാണുന്ന പോലെ തന്നെ സെയിം കാണിച്ചല്ലോ. കറക്റ്റ്. ഇനി വരുന്ന ഒരു ഹോപ്പ് ഉള്ളത് JLR ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ ഫ്യൂച്ചറിൽ വന്നാൽ ടാറ്റ വി കനോട്ട് എക്സ്പെക്ട് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ടെക്നോളജി നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് അപ്സ്റ്റേഴ്സിൽ പോകാം. ദ തേർഡ് പില്ലർ, കമ്മ്യൂണിറ്റി. പച്ച ലിഫ്റ്റ് കയറി മോളിൽ പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോർ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് താഴത്തേൻ്റെ പകുതിയുള്ളത്. ഇത് അതിൻ്റെ 3 ഇരട്ടി ഉണ്ടല്ലോ ഇതിലേക്ക് വരുമ്പോൾ. ശരിക്കും ഇത് എക്സ്പ്ലോറേഷൻ ഏരിയ തന്നെ. ഇതിൽ ശരിക്കും നോട്ടീസ് ചെയ്യേണ്ട കാര്യം, ഈ ഫ്ലോറിനെ 2 ആക്കിയിട്ടുണ്ട്. ഇതിൽ ഈ വുഡൻ ഏരിയ ആണ് കസ്റ്റമേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ്ലി ചെയ്തിട്ടുള്ളത്. ഇതൊരു കമ്മ്യൂണിറ്റി ഏരിയ എന്ന് പറയും. നോർമൽ എല്ലാ ഷോറൂമിലും അങ്ങനെയായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യസ് ലാർജസ്റ്റ് ആയതുകൊണ്ട് കസ്റ്റമറിന് എവിടെ വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇവിടെയാണോ നമുക്ക് ചാർജ് ചെയ്യാൻ ഒക്കെ വണ്ടി ഇട്ടിട്ട് വേണമെങ്കിൽ ഇവിടെയാണോ വന്നിരിക്കാം, ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിൽ കുറച്ച് ഗെയിം സെക്ഷൻ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് കുറച്ച് എക്കോ ഫ്രണ്ട്ലി ഗെയിംസ് ആണ്. അല്ലെങ്കിൽ കുറെ ബുക്സ് ഉണ്ട്. ഇനി ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മ്യൂറൽ പെയിന്റിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികൾ വരയ്ക്കുമ്പോഴും ടാറ്റയുടെ വണ്ടി തന്നെ വരയ്ക്കണം. അങ്ങനെയില്ല, എന്ത് വരയ്ക്കണം. ഇത് ജങ്ക ഗെയിംസ്, കുറച്ച് എലമെന്റ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും കൂടി വരും. പിന്നെ അമർചിത്ര പഞ്ചതന്ത്ര കഥകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വായിച്ച് കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ മറ്റ് ഷോറൂമായിട്ട് പ്രത്യേകത, ഇപ്പോൾ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഒരു ബാൽക്കണിയാണ്. ഈ ഒരു ബാൽക്കണി ബോക്സ് വേറൊരു EV ഷോറൂമിലും കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ വണ്ടി ഇവിടെ എത്തിച്ചെന്നാ ഞാനീ നോക്കുന്നത്. കാർ ലിഫ്റ്റ് ഉണ്ട് ആ സൈഡിൽ. സൈഡിലല്ലേ? ശരി ശരി. ഈ ജ്വൽ ബോക്സ് ശരിക്കും ഒരു കാൻഡിലിവേർഡ് ആണ്. ഇതിൻ്റെ അടിയിൽ പില്ലറില്ല. ഒരു 3 മീറ്റർ പുറത്തോട്ട് ഡിസ്പ്ലേ ഉള്ള രീതിയിലാണ്. ഇതിന്റെ പ്രത്യേകത, നമ്മൾ പുറത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫോട്ടോ ഫ്രെയിം പോലെ ഉണ്ടാവും. ഇതിന്റെ ചുറ്റും ഒരു ഇലുമിനേറ്റഡ് ലൈറ്റ്സ് പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു ജ്വൽ ബോക്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് നിപ്പോണിന്റെ എക്സ്ക്ലൂസീവ് ആണ്. പിന്നെ ഈ HD പാനൽ, 100 പാനൽ, ഇതിൽ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസ് നിന്ന് ആവശ്യമുള്ള ലൈറ്റ് മാത്രമേ അകത്തോട്ട് പോവുള്ളൂ. ഇതൊരു ഫിൽറ്റേർഡ്. അകത്ത് ഇതുപോലെ തന്നെ ഹീറ്റും കുറവായിരിക്കും. ഇതെല്ലാം നിപ്പോൺ ഓൾറെഡി പ്ലാൻ ചെയ്ത് നമ്മൾ ഡിസൈനിലുണ്ട്. പിന്നെയാണ് EV-ലോട്ട് നമ്മൾ എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ വിഭാവനം ചെയ്തത് ശരിക്കും EV ആയിട്ടല്ല അല്ലേ? അതിനുശേഷമാണ് ടാറ്റ EV-ക്ക് തന്നെയുള്ള എക്സ്ക്ലൂസീവ് ഷോ തുടങ്ങാൻ തീരുമാനിച്ചതും നമ്മൾ ഈ ഡിസൈൻ. അതെ, ഒരു പ്രപ്പോസൽ വരുമ്പോൾ തന്നെ അതിപ്പോൾ നിപ്പോൺ ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ്. ഒരു മാറ്റം പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പും മെയിൻലി അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ റിങ്ങും ഇതെല്ലാം സ്പെഷ്യലി നമ്മളുടെ ഷോറൂമിൽ മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇത്രയും സ്പേസ് ഉണ്ടെങ്കിലാണ് അത് ഹാങ് ചെയ്ത് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഈ ട്രീ ഒരു അവതാർ മൂവി എന്നൊക്കെ പറയുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. എന്നാലും ഈ സ്പേസ് ഒരു ഗംഭീര സ്പേസ് ആണ്. ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കില്ല. ഇത്രയധികം സ്ഥലം ഈ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങേ അറ്റത്ത് എന്താണ് കുറച്ച് ബാഗുകളും മറ്റും കാണുന്നത്. ഇവിടെ പക്ഷേ സെപ്റ്റംബർ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഡ്രൈവ്,
ഇത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് നമ്മൾ ഇവിടുന്ന് ഒരെണ്ണം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഒരെണ്ണം 8th വരുന്നുണ്ട്, പിന്നെ 28th വരുന്നുണ്ട്. അപ്പൊ ഇവോൾവ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ്ലി പല പ്ലാൻസും ടാറ്റ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ചിലപ്പോൾ ഇവോൾവ് കമ്മ്യൂണിറ്റി അവരുടേതായ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. അതിൽ ടാറ്റ സപ്പോർട്ട് ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡീലർ സപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാം. കാരണം ഈ മൈൻഡ് സെറ്റ്, ഒരു EV ഫ്യൂച്ചർ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ പല മാറ്റങ്ങളും ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഡ്രൈവ്, അതുപോലെ തന്നെ EV ചാർജിങ് വർക്ക്ഷോപ്പ്, ഡിസ്കവർ ദ ആർട്ട് ഓഫ് കോഫി പെയിന്റിംഗ്, അങ്ങനെ പല കാര്യങ്ങളും പല ആക്ടിവിറ്റീസുമാണ് ഇവരിവിടെ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ടാറ്റ പ്രപ്പോസ്ഡ് ആണ്, പക്ഷേ ഡീലർ സൈഡിൽ നിന്ന് നമ്മൾ വേറെ കുറച്ച് ഇതിന്റെ ഇന്റർമീഡിയന്റ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് ടോട്ട ബാഗ്സിന്റെ പ്രത്യേകത, ഇത് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ശരിക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അവർക്ക് വേണമെങ്കിൽ ഇതോടെ എടുത്തുകൊണ്ടൊക്കെ പോവാം. പക്ഷേ ഇതിൽ കുറച്ച് ഇങ്ങനെ ഒരു ഇങ്കിങ് ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതെല്ലാം ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ശരി. മൂവ് വിത്ത് മീനിങ്. ഇതൊക്കെ ആ റിങ്സും ഈ ഡിസൈനിലുള്ള കുറച്ച് റിങ്സ്. ഇത് ചിലപ്പോൾ ഫാമിലി ആയിട്ടോ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അവർക്കൊരു നോർമൽ ഗെയിമിംഗ് അല്ലെങ്കിൽ ഫോണിലൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി അവർ എൻകറേജ് ചെയ്യുന്ന, കുറച്ചും കൂടി എക്കോ ഫ്രണ്ട്ലി എന്നുള്ളൊരു കൾച്ചറിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് മെറ്റീരിയൽസ്. ഇത് സാമ്പിൾസ് ആണ്. ഇനിയും കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. ഈ ഓളും ഇതുപോലെ തന്നെ എലമെന്റ്സ് കുറേ വരാനുണ്ട് ടാറ്റയുടെ സൈഡിൽ നിന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ മിനിമം 1 hour എടുക്കും. ഇതെല്ലാം കണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മെയിൻ റെവല്യൂഷൻ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സ് കാണേണ്ട സ്ഥലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇനി മുകളിലേക്കുള്ള കോർപ്പറേറ്റ് ഓഫീസും അത്തരം കാര്യങ്ങളൊക്കെയാണ്. അതെ, ഇത് ശരിക്കും ലെക്സോൺ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ്. ഇതിന്റെ പുറകിൽ ബാക്ക് എൻഡ് സ്റ്റാഫിനുള്ള ഒരു 250 സ്റ്റാഫിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സൈസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇനി ഒരു ഫ്ലോറും കൂടി ഉണ്ട് ഇതിന്റെ മേളിൽ. ഇത് സ്റ്റോറിന്റെ പാട്ടല്ല, പക്ഷേ വിൽ ഷോ യു. രഹസ്യ താവളങ്ങൾ നമ്മളെ കാണിക്കാൻ കൊണ്ടുപോവാണ്. പിന്നെ ഇവിടെ ആക്സറീസ്, നേരത്തെ പറഞ്ഞതിന്റെ എക്സ്റ്റൻഷൻ ആക്സറീസ് ഇവിടെ ഉണ്ട്. കാരണം ടാറ്റ മോഡൽസ് കൂടുതലായതുകൊണ്ട് ആക്സറീസിന്റെ ഡിസ്പ്ലേ ചെയ്യേണ്ട കുറച്ച് സ്പേസും കൂടി കൂടുതൽ വേണം. അപ്പോൾ പിന്നെ കാർ ഇറങ്ങുമ്പോഴത്തേക്കും ഓൾറെഡി എല്ലാം ഉണ്ട്. സീറ്റ് കവർ പോലും ചെയ്യേണ്ടാത്ത രീതിയിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. എന്നാലും എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആക്സറീസ് ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് അല്ലേ? അതെ. ഈ ലെക്സോൺ എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റ ഡീലർഷിപ്പിന്റെ ബ്രാൻഡാണ് അല്ലേ? ടാറ്റ മാത്രമല്ല, ലെക്സോൺ ഇസ് എ പാരന്റ് കമ്പനി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിന്റെ ശരിക്കും മീനിങ് വരുന്നത് ലെക്സോൺ എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ വിച്ച് ട്രാവൽസ് അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഒരു ലൈറ്റിന്റെ സ്പീഡോ അതിനേക്കാളും മേളിലോ ട്രാവൽ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ് ലെക്സോൺ. നമ്മുടെ റെവല്യൂഷണറി മൂവ്മെന്റ് ആണ് ശരിക്കും ലെക്സോൺ എന്ന് പറയാം. എനിക്ക് ഇതിന്റെ ലോഗോ വളരെ ഇഷ്ടപ്പെട്ടു. എന്താ എന്തെങ്കിലും പ്രത്യേകിച്ച് അതിനൊരു സംഭവം? ഈ ലോഗോ ശരിക്കും ഒരു ക്രൗൺ പോലെയൊക്കെ ഉണ്ട് എന്ന് തോന്നും, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ L ഉണ്ട്, U ഉണ്ട്, X ഉണ്ട്, O ഉണ്ട്, N ഉണ്ട്. ലെക്സോൺ എന്നുള്ള റൈറ്റപ്പ് തന്നെയാണത്. പക്ഷേ ഇത് നമ്മളൊരു ബ്രാൻഡിൽ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓട്ടോമോട്ടീവ് ആണോ എന്തും ആവാം. പാരന്റ് കമ്പനി നമുക്ക് എന്തും ആവാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ലോഗോയിലേക്ക് ഫൈനലി എത്തിയിട്ടുണ്ട്. അപ്പം ബാബു മൂപ്പൻ സാർ ഇതിന്റെ ചെയർമാനും അദ്ദേഹത്തിന്റെ മരുമകൻ ആതിഫ് മാനേജിംഗ് ഡയറക്ടറും ഈ ലെക്സോൺ ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കോൺഫറൻസ് റൂം, ഡൈനിങ് അതൊക്കെയാണ് കാണുന്നത്. മാനേജിംഗ് ഡയറക്ടർ നമുക്ക് ആതിഫിനോട് ചോദിക്കാതെ ഇതിനകത്ത് കാണാമോ? ആതിഫിന്റെ റൂം അല്ലേ? ഞാൻ പെർമിഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലേ? ആതിഫിനോട് വിളിച്ച് പറയാമല്ലോ. ആതിഫ് ഇല്ലാത്ത സമയത്ത് നമ്മൾ റൂമിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അടിപൊളി, ഇവിടെ ഒരു കർട്ടൻസ് ഇങ്ങനെ വന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ഓട്ടോമാറ്റഡ് കർട്ടൻ ആണ്. ഈ റൂമേ വളരെ എന്താണ് ലളിതമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ഭയങ്കര എലഗൻ്റാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അതും ഈ പറഞ്ഞ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ കാര്യങ്ങളിലും ആ ഒരു എലഗൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് കോൺഫറൻസ് റൂമാണ്. അടിപൊളി ഉഗ്രൻ കോൺഫറൻസ് റൂം. ഇത് RGB LEDs ആണ്. മൂഡിനനുസരിച്ച് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓഡിയോ അനുസരിച്ചും ചേഞ്ച് ആവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ വഴക്കൊക്കെ മീറ്റിങ്ങിൽ പറയുകയാണെങ്കിൽ ഇത് റെഡ് ആകുമായിരിക്കും അല്ലേ? ഇവിടെ ഇതുവരെ വഴക്ക് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയിൽ ഇപ്പോൾ ഒരു 10 വർഷം അടുത്തായി ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള ഡിഫറൻസ്, മിസ്റ്റേക്ക് പറ്റിയാലും മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് പറയാം, രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നത്. അതല്ലാതെ വേറെ രീതിയിൽ ഒരു പ്രഷറോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം അങ്ങനെ, പക്ഷെ പ്രോപ്പർ ഗൈഡൻസും ഉണ്ടാവും, സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ റൂമൊന്നും. ഞാൻ ഈ പറഞ്ഞ പോലെ ഹിസാം 10 വർഷമായെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷമായിട്ട് അറിയാവുന്നവരാണ് എൻ്റെ തലപ്പത്തൊക്കെ ഉള്ളത്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം ഇവിടുത്തെ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അത് ഈ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ഇപ്പം ബാബു സാറൊന്നും ശരിക്കും പറഞ്ഞാൽ കേരളത്തിലില്ല ഇപ്പോൾ, ദുബായിലൊക്കെയാണ്, എന്നാൽ പോലും ഒരു പ്രസൻസ് ഉണ്ട്. അതെ, ഇറ്റ്സ് കറക്റ്റ്. അതാണ് എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇതും ഗംഭീരമായിട്ടുണ്ട്. ഇനി അപ്പുറത്ത് വേറൊരു വീഡിയോ കോൺഫറൻസ് റൂം ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാം. ഇത് 2 ഡോറുണ്ട്. ഇതൊരെണ്ണം ഡൈനിങ് ഏരിയ, VIP ഡൈനിങ് ഏരിയ ആണ്. ആ സൈഡിൽ നിന്നും എൻ്റർ ചെയ്യാം, ഇവിടെ നിന്ന് എൻ്റർ ചെയ്യാം. ഇത് കൊള്ളാം. ഇതും അടിപൊളി. അപ്പോൾ ഇവിടുത്തെ എല്ലാ രഹസ്യ ഡോറുകളും ഒക്കെ നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് ഇസാം. ഇത് വീഡിയോ കോൺഫറൻസ് ആണ് പ്രധാനമായിട്ടും. അല്ല, വീഡിയോ കോൺഫറൻസ് സെപ്പറേറ്റ്ലി വേറെ ഉണ്ട്. ചെറിയ വീഡിയോ കോൺഫറൻസ് അവിടെ, ഇത് വലിയ വീഡിയോ കോൺഫറൻസ് റൂം. ശരി. അപ്പോൾ നമ്മളിനി അടുത്ത രഹസ്യ വാതിൽ തുറക്കാൻ പോകണം. ഇത് കോൺഫറൻസ് റൂമാണ്, മറ്റേതാണ് വീഡിയോ കോൺഫറൻസ് റൂം. രണ്ടിലും കോൺഫിഗേർഡ് ആണ്, പക്ഷെ പ്രിഫറബിളി നമ്മൾ നോർമലി എല്ലാ വീഡിയോ കോൺഫറൻസിങ്ങും ഇവിടെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഈ കളറൊക്കെ അടിപൊളി, ഡിസൈൻ കളർ സെലക്ഷനും എല്ലാം അടിപൊളിയാണ്. പക്ഷെ മുകളിലേക്ക് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം, മറ്റേ പച്ച എലമെന്റ് വിട്ടു. അത് കംപ്ലീറ്റ്ലി EV സ്റ്റോറിന് മാറി. പക്ഷെ മെറ്റീരിയൽസ് മോസ്റ്റ്ലി വുഡനൊക്കെ തന്നെയാണ്, പക്ഷെ കളർ ടോണിൽ ചെറിയൊരു ഇതൊക്കെ സസ്റ്റൈനബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു പുതിയ ടൈപ്പ് ഒരു പാറ്റേൺ. ഇതെനിക്ക് തോന്നുന്നു സൗണ്ട് പ്രൂഫും കൂടെ ആക്കുന്ന ഒരു മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി എനിക്ക് വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് കാണാനുള്ളത്? ഇനി ഓൾമോസ്റ്റ് നമ്മളെല്ലാം ഫിനിഷ് ചെയ്തു. ബാക്കി ബാക്ക് ഓഫീസ് ഒക്കെയാണ്, പിന്നെ ട്രെയിനിങ് റൂം ഒക്കെ എല്ലാം കാണിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്തി കൂടി. അതെ, അതിപ്പം നമ്മുടെ ട്രെയിനിങ് റൂമാണ്. ട്രെയിനിങ്ങും അത്യാവശ്യം ഒരു 50 പേർക്കൊക്കെ സുഖമായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. ഇവിടെ ട്രെയിനിങ് ഒന്നും ആരംഭിച്ചിട്ടില്ല അല്ലേ? എല്ലാം ഇപ്പോഴും ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ കസേരയൊക്കെ കിടക്കുന്നേ ഉള്ളൂ. എന്തായാലും ഗംഭീര ഫെസിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വന്ന് കാണുക. അപ്പോൾ ഇതല്ല കേട്ടോ, ഇപ്പം ഓഫീസിലേക്ക് വരാനല്ല ഞാൻ പറഞ്ഞത്. EV ഷോറൂം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടാറ്റയ്ക്ക് ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു ഷോറൂം എന്ന് എനിക്ക് തോന്നിയത്. നിപ്പോൺ ഗ്രൂപ്പിന് ഉള്ള അഭിമാനത്തിലുപരി ടാറ്റയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു ഷോറൂമാണ്. അത്രയും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലെക്സോൺ ഗ്രൂപ്പ് വന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. കാരണം ചില പ്രശ്നങ്ങളൊക്കെ അവിടെ നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ ടാറ്റയുടെ കേട്ടിരുന്നു. അതെല്ലാം പരിഹരിക്കുമെന്ന് ജനത്തിന് പോലും ഉറപ്പ് തോന്നി. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ് ടൊയോട്ടയുടെ കാര്യത്തിൽ നിപ്പോൺ ഗ്രൂപ്പാണ് കൊടുക്കുന്നതുകൊണ്ട് ലെക്സോണിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കടമയും ഒരു ടാസ്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിനി വീഡിയോ താഴെ ഷോറൂമിൽ ചെന്നൊക്കെ അവസാനിപ്പിക്കാം അല്ലേ? എന്തായാലും ടാറ്റ മോട്ടോഴ്സിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാറ്റ മോട്ടോഴ്സ് വലിയൊരു കുതിച്ചു ചാട്ടത്തിലാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു പോക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് EVകളുടെ കാര്യത്തിൽ ഓരോ 2 മാസം 3 മാസം കൂടുമ്പോൾ പോലും പുതിയ പുതിയ മോഡലുകൾ വരുന്നു. എല്ലാത്തിൻ്റെയും ടെക്നോളജി ഓരോരോ വാഹനങ്ങൾ വരുമ്പോഴും അതിൽ റേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സ്ഥാനത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. പക്ഷേ അത് അൾട്ടിമേറ്റ് അല്ല, ഉടൻ തന്നെ അടുത്ത ഇതിനേക്കാളും മികച്ച EV വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും EVകൾ വാങ്ങിക്കാൻ പറ്റുന്ന സമയമാണോ എന്നൊരു ചോദ്യമുണ്ട്. വാങ്ങിക്കാൻ പറ്റിയ സമയം തന്നെയാണ്. കാരണം ഞാനൊരു EV ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സാമാന്യം ഭേദപ്പെട്ട റേഞ്ച് വാഹനങ്ങൾക്കുണ്ട്. പിന്നെ 1,60,000 കിലോമീറ്റർ വരെയൊക്കെയുള്ള വാറണ്ടി ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് EV വാങ്ങിക്കാൻ ഉള്ള സമയമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഷോറൂം എന്നുള്ളതാണ് ടാറ്റ വിഭാവനം ചെയ്തത്. അത് ഗംഭീരമായിട്ട് നിപ്പോൺ ഗ്രൂപ്പ് റെഡിയായി കൊടുത്തിട്ടുണ്ട് അല്ലേ? നേരത്തെ ചോദിച്ച പോലെ തന്നെ ലെക്സോൺ വരുമ്പോഴുള്ള പ്രത്യേകത, നമ്മളിപ്പോൾ ടാറ്റയുടെ സൈഡിൽ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഗ്രൂപ്പാണ് ടാറ്റ ഇപ്പോൾ ഹയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടാറ്റയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു ബെൽറ്റ് കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളം യൂസേഴ്സിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും നല്ലൊരു ബ്രാൻഡ്, നല്ല രീതിയിൽ അത്യാവശ്യം 40 ഫെസിലിറ്റി എന്നുള്ള അത്യാവശ്യം 7 ജില്ല അടുത്ത് നമ്മൾ പ്രസൻ്റ് ആണ്. അപ്പോൾ യൂസർ എക്സ്പീരിയൻസും ആവും, നല്ല പ്രൊഡക്റ്റും കസ്റ്റമേഴ്സിന് കിട്ടും. ഇപ്പോൾ ടാറ്റയുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു സഹകരണം, ആ ഒരു റെസ്പോൺസും അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി നിപ്പോൺ കൾച്ചറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉറപ്പായിട്ടും ലെക്സോൺ ട്രൈ ചെയ്യുന്നതായിരിക്കും. ടുഗെദർ എനിക്ക് ഷുവറാണ് ഒരു 1-2 വർഷത്തിനകത്ത് ഇവിടെ ഇനി കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു ഓപ്ഷനായിട്ട് ടാറ്റ മാറുന്നുള്ളത്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ ടാറ്റയുടെ EVകളുടെയൊക്കെ വില നന്നായിട്ട് പല ഓഫേഴ്സൊക്കെ വന്നുകൊണ്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റ് ബ്രാൻഡുകളുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്ന വിലയ്ക്ക് ഇപ്പോൾ ടാറ്റയുടെ ഒരു EV വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥയാണ്. അതായത് അപ്പോൾ വാഹനത്തിന് വില കുറവുണ്ട്, സർവീസ് തീരെ ഇല്ല, അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. പിന്നെ ഓടിച്ചു നടക്കുമ്പോൾ ലാഭം,
അത്തരം കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ ടാറ്റയുടെ EVകളിലേക്ക് വിലയുടെ കാര്യത്തിൽ പേടിക്കാതെ എത്താവുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു ഷോറൂം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്ന് കയറാം. വാഹനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും അത് കാണാൻ മാത്രം ഉണ്ട് ഈ ഷോറൂം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ നെക്സോൺ മാത്രം ഡിസ്പ്ലേ ഇല്ലല്ലേ? നെക്സോൺ ഉണ്ട്, മുകളിലുണ്ടായിരുന്നു. യെസ്, താഴെയുണ്ട്. ബാക്കി എല്ലാ വാഹനങ്ങളും താഴെയുണ്ട്, മുകളിൽ അതുകൊണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഷോറൂം നൽകുമെന്നുള്ള ഒരു സംശയമില്ല. പിന്നെ ഈ വാഹനങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ വില അത്തരം കാര്യങ്ങൾ എന്ത് വിളിച്ച് ചോദിക്കണമെങ്കിലും ഞാനിപ്പോൾ നമ്പർ കൊടുക്കാം. വിളിച്ച് ചോദിക്കുക, വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, എന്നിട്ട് ടാറ്റയുടെ ഏറ്റവും പുതിയ ഏതെങ്കിലും EV സ്വന്തമാക്കുക. അപ്പോൾ താങ്ക് യു ഇസാമേ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.